ഹലോ ഗൈസ്, ഒരു നോൺ വെജ് ഫെയിൽ തരുന്ന വെജ് റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോയ ചങ്ക്സ് കറി അല്ലെങ്കിൽ സോയ ഗ്രേവി എന്നൊക്കെ ഇതിനെ വിളിക്കാം. സോയാബീൻ ഡീഫാറ്റ് ചെയ്തതിന് ശേഷം, അതായത് സോയാബീനിൽ നിന്നും സോയാബീൻ ഓയിൽ എക്സ്ട്രാക്റ്റ് ചെയ്തതിന് ശേഷം കിട്ടുന്ന ബൈ പ്രൊഡക്റ്റാണ് സോയ ചങ്ക്സ്. സോയ ചങ്ക്സ് ചെറിയ ആളൊന്നുമല്ല കേട്ടോ. റിച്ച് ഇൻ പ്രോട്ടീൻ, ഒമേഗ 3 ഫാറ്റി ആസിഡ്, അതുപോലെ ഫൈബർ കണ്ടൻറ്റും കൂടുതലാണ്. സോയ ചങ്ക്സ് നമ്മളുടെ മെറ്റബോളിസം കൂട്ടുകയും കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കുകയും ചെയ്യുന്നു എന്നാണ് സ്റ്റഡീസ് പറയുന്നത്. അധികമായാൽ അമൃതം വിഷം എന്നല്ലേ? ഒരു പരിധിയിൽ കൂടുതൽ ഇത് കഴിക്കുന്നത് യൂറിക് ആസിഡിൻ്റെയും ഈസ്ട്രജൻ്റെയും ലെവൽ കൂട്ടും. അതുകൊണ്ട് ആഴ്ചയിൽ 2 പ്രാവശ്യത്തിൽ കൂടുതൽ കഴിക്കുന്നത് നമുക്ക് അത്ര നല്ല കാര്യമല്ല. നമുക്ക് 250 ഗ്രാം സോയ ചങ്ക്സ് എടുത്ത് ചൂടുവെള്ളത്തിൽ ഇട്ട് തിളപ്പിച്ചതിന് ശേഷം 2-3 പ്രാവശ്യം തണുത്ത വെള്ളത്തിൽ കഴുകി പിഴിഞ്ഞ് എടുത്ത് വെക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യണം. ഫ്രൈ ചെയ്തിട്ടാണ് നമ്മൾ കറി വെക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി, 2 സ്പൂൺ മുളക് പൊടി, ഒരു ശകലം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് വിനെഗർ, പിന്നെ നമുക്ക് കുറച്ച് ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് നമുക്ക് ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. പിന്നെ ഈ ചാനൽ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് വറുത്തെടുക്കാം. നിങ്ങൾക്ക് പാനിൽ ഓയിൽ ഒഴിച്ച് വറക്കാവുന്നതേ ഉള്ളൂ. ഞാനിവിടെ എയർ ഫ്രയർ ഉണ്ടായതുകൊണ്ട് ഇതിനകത്ത് ചെയ്തതേ ഉള്ളൂ, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് ഓയിലൊഴിച്ച് ഓയിലൊന്ന് ചൂടായി വരും. ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി. ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് പൊട്ടിക്കും. കടുക് പൊട്ടി വരുമ്പോഴത്തേന് ഒരു 4 വറ്റൽമുളകും ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചോപ്പ് ചെയ്തതാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളി ഇപ്പോൾ ഇട്ട് കൊടുക്കണം. എൻ്റെ കൈ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച പേസ്റ്റാണ്. ഇപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ അതങ്ങ് കരിഞ്ഞു പോകും, അതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്യാഞ്ഞത്. അത് കഴിഞ്ഞ് നമുക്കൊരു മീഡിയം 4 സവാള ചോപ്പ് ചെയ്ത് ആഡ് ചെയ്യാം. ഇത് നല്ല രീതിയിൽ ഫ്രൈ ആയി വരണം. അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് വഴലാൻ വേണ്ടിയിട്ട് നമ്മുടെ എല്ലാവരുടെയും പൊടിക്കൈയായ കുറച്ച് ഉപ്പ് അതിലേക്ക് ആഡ് ചെയ്തു. ഇനി നമുക്കിത് നല്ല രീതിയിൽ വഴട്ടിയെടുക്കാം. ഞാനൊരു 1 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യുകയാണ്. അതാകുമ്പോൾ പെട്ടെന്ന് വഴണ്ട് വരുമല്ലോ. ഒരുവിധം ആയിട്ടുണ്ട്. നമുക്കിത് പോരാ, ഇനിയും നല്ല രീതി ഗോൾഡൻ കളർ ആവണം. അത് കഴിഞ്ഞ് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. പേസ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ചോപ്പ് ചെയ്തതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്ത് ഇടാം. അല്ലെന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഇതൊരുമാതിരി കരിഞ്ഞു പോകുന്നുകൊണ്ടാണ് പറഞ്ഞത്. അത് വഴണ്ട് വരുമ്പോഴത്തേന് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ 2 സ്പൂൺ കാശ്മീരി ചില്ലി, മഞ്ഞൾപ്പൊടി, പിന്നെ 1 സ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും ആഡ് ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ വഴട്ടാം. കാരണം വെച്ചാൽ ഇതിൻ്റെ പച്ചമണം മാറണമല്ലോ. പച്ചമണം മാറാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ വഴട്ടിയെടുക്കാം. ഞാൻ ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് എണ്ണയെല്ലാം തെളിഞ്ഞു വന്നു. ഈ എണ്ണ തെളിഞ്ഞ് വരുമ്പോഴത്തേനും നമുക്ക് 2 മീഡിയം തക്കാളിയും 3 പച്ചമുളകും അരിഞ്ഞതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ സൈഡിലോട്ടാക്കി വെച്ചേക്കുന്നില്ലേ, അത് ഫുള്ള് നമുക്ക് ഇതിലേക്ക് പൊത്തി വെക്കാം. അന്നേരം പിന്നെ പെട്ടെന്ന് വേവുകയും ചെയ്യും. ഇത് കഴിഞ്ഞ് നമുക്കിത് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് വീണ്ടും വേവിക്കാം. ഈ സമയത്ത് നമുക്ക് കുറച്ച് വെള്ളം ചൂടാക്കിയെടുക്കാം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്തോട്ട് പച്ചവെള്ളം ഒഴിക്കേണ്ട ഗ്രേവിക്ക് വേണ്ടിയിട്ട്. ചൂടുവെള്ളം ആകുമ്പോൾ അതിൻ്റെ ടേസ്റ്റും പോകത്തില്ല, നല്ല രീതിയിൽ ഇരിക്കുകയും ചെയ്യും. നമുക്ക് വരണ്ട് വന്ന ഈ മസാലയോട്ട് സോയ ആഡ് ചെയ്യാം. സോയ ആഡ് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞ് നമുക്ക് റോസ്റ്റാണ് വേണ്ടെങ്കിൽ ഈ പരുവത്തിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഡ്രൈ ആക്കി എടുത്താൽ മതി. ഗ്രേവിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിനകത്തോട്ട് ചൂടുവെള്ളം ഒഴിച്ചാൽ മതി. ഇവിടെ നമുക്ക് കുറച്ച് ഗ്രേവി കൂടുതൽ വേണ്ടതുകൊണ്ട് ഞാൻ നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചു. പിന്നെ ഇതിലൊരു കാര്യം ഞാൻ ആഡ് ചെയ്തിട്ടില്ല, മറന്നുപോയതല്ല, എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ്, കറിവേപ്പില. ഫസ്റ്റ് നമ്മൾ ആ ഉള്ളിയൊക്കെ വഴറ്റിയ സമയത്ത് കുറച്ചിടുക. ഈ ലാസ്റ്റ് ടൈമിൽ നമുക്ക് കുറച്ചിട്ട് മിക്സ് ചെയ്ത് വെക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഏറ്റവും ലാസ്റ്റ് ഒരു പൊടിക്കൈയായിട്ട് ചെയ്യാൻ കുറച്ച് ഗരം മസാല ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് ഒരു 2-3 മിനിറ്റ് ഒന്ന് ചൂടായതിന് ശേഷം നമുക്കിത് മിക്സ് ചെയ്തിട്ട് ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് നമുക്ക് സെർവ് ചെയ്യാം. നിങ്ങൾക്കിത് അപ്പത്തിൻ്റെയോ പൊറോട്ടയുടെയോ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ ആയിരുന്നാലും നമുക്കിത് സെർവ് ചെയ്ത് കഴിക്കാവുന്നേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിനി ഒരു അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ, ബായ്.